കോട്ടയത്ത് ഞങ്ങൾ വയനാട്ടിൽ കയറി 140 ആൾ ഞങ്ങൾ അവിടുന്ന് രാജാവ് വിട്ടു. 140 ആളുകൾ ഇവിടെ 40 ആൾ എത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം താഴെത്തി. അവരന്ന് ഈ താഴെക്കൊത്തിരും ഞങ്ങൾ വയനാട്ടിൽ അമ്പുബില്ലുണ്ടാക്കി ഈ ബ്രിട്ടീഷുകാരോട് പടയുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാരെല്ലാം ഓരോ ഭാഗത്തേക്ക് ഞങ്ങളാക്കി. അങ്ങനെയാണ് ഞങ്ങൾ ഈ വയനാട് ഈ ആദിവാസിയിൽ നിന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ചിട്ട് ആദിവാസികൾ ഇവിടെ താമസിച്ചു. ഞങ്ങൾക്ക് ഇവിടെ താമസിച്ചാൽ ഭക്ഷണമൊന്നുമില്ല. ഞങ്ങൾ തിന്ന് പക്ഷികൾ ഇതല്ല. അപ്പം ഈ തീയൊന്നും ആക്കില്ല. അങ്ങനെ ഒരു കൊള്ളിയെടുത്തിട്ട് ഇങ്ങനെ എഴുതിയിട്ടാണ് ഞങ്ങൾ തീയെടുക്കുക. ఒక్కతుడు పళ్ళ ఉండబెడం ఒక్కతుడు పళ్ళ ఉండబెడం ఒక్కతుడు పళ్ళ ఉండబెడం ఒక్కతుడు పళ్ళ ఉండబెడం కింగిరంగు పాయడు తెలోడు కింగిరంగు పాయడు తెలోడు కింగిరంగు పాయడు తెలోడు കൊണ്ടയാമ കോപ്പെടുത്തലോള് കൊണ്ടയാമ കോപ്പെടുത്തലോള് കൊണ്ടയാമ കോപ്പെടുത്തലോള് കൊണ്ടയാമ കോപ്പെടുത്തലോള് കിഞ്ഞമ്പേരഞ്ചോപ മോതിരം കുഞ്ഞമ്പേരഞ്ചോപ മോതിരം കിഞ്ഞമ്പേരഞ്ചോപൻ മോതിരം കാളിൽ നാലൊരിക തണ്ടയും കാളിൽ നാലൊരിക തണ്ടയും കുഞ്ഞിക്കോത്തോരിക തണ്ടയും കുഞ്ഞിക്കോത്തോരിക തണ്ടയോ ഒരു മാവലി ജയെടുത്തലോളും ഒരു മാവലി ജയെടുത്തലോള് മാവലി ജയെടുത്തലോള് ഒരു മാവലി ജയെടുത്തലോള് മാവലി ജയെടുത്തലോള്. വടക്കേ വയനാട്ടിലും കണ്ണൂർ ജില്ലയുടെ തെക്ക് കിഴക്കൻ മലയോരങ്ങളിലും മാത്രം അധിവസിക്കുന്ന സഹ്യപർവ്വത ഗോത്രവർഗമാണ് കുറിച്യർ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വയനാടിൻ്റെ മണ്ണിൽ തനത് ആവാസ വ്യവസ്ഥയും ജീവിത രീതികളും രൂപപ്പെടുത്തിയ ഒരു പരിഷ്കൃത ആദിവാസി സമൂഹം. തറവാട്, കൂട്ടുകുടുംബം, കാവ്, കുളം, കുടുംബക്ഷേത്രം തുടങ്ങി കേരളീയ മുദ്രയുള്ള ജീവിത സംസ്കാരം ഈ ജനസമൂഹത്തിന് വളരെ പണ്ടേ സ്വന്തമായിരുന്നു. കൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ്റെ വെള്ളക്കാരനെ ഓടിച്ചതാണ്. അന്ന് അമ്പുമില്ലല്ലോ, തോക്കില്ലല്ലോ, അമ്പുമില്ലല്ലോ. അമ്പെയ്ത്ത് കുറിച്യരുടെ തനത് ആയോധന കലാരൂപമാണ്. 2 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മുളയും കൊണ്ടുള്ള ഒരു മണിലെന്ന് പറഞ്ഞ നാരും അല്ലെങ്കിൽ കോളിമരത്തിൻ്റെ നാരും ഇതൊക്കെ ഉപയോഗിച്ചാണ് ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ചെറിയ 1 മീറ്ററും 2 മീറ്ററും വലുപ്പമനുസരിച്ച് അവരുടെ. വില്ലാളി വീരനായ തലക്കൽ ചന്തുവിൻ്റെ പിന്മുറക്കാരായ കുറിച്യർ പഴശ്ശിരാജാവിൻ്റെ വിശ്വസ്തരായ പോരാളികളായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ധീരോദാത്തമായ പങ്കാളിത്തം വഹിച്ച കുറിച്യരെ ഏറെ ആദരവോടെയാണ് കേരളീയ സമൂഹം നോക്കിക്കാണുന്നത്. സത്യസന്ധരും നിഷ്കളങ്കരുമായ ഈ ജനത കറകളഞ്ഞ പ്രകൃതി സ്നേഹികളാണ്. പ്രകൃതിയെയും സഹജീവികളെയും നോവിക്കാതെ പാരമ്പര്യത്തിൻ്റെ തനിമ കൈവിടാതെ
വയനാടിൻ്റെ മനോഹര പ്രകൃതിയോട് ഇഴചേർന്ന് ജീവിക്കുകയാണ് നന്മ നിറഞ്ഞ ഈ ജനവിഭാഗം. ലോക പൈതൃക സമ്പത്തായി അടയാളപ്പെടുത്തപ്പെട്ട സഹ്യപർവ്വതത്തിലാണ് കുറിച്യർ അധിവസിക്കുന്നത്. അമൂല്യവും അത്യപൂർവവുമായ അനേകം ജീവജാലങ്ങളാൽ സമ്പന്നമാണ് ഈ ഭൂപ്രദേശം. മൂടൽമഞ്ഞ് നിറഞ്ഞ കുന്നിൻ നിരകളും കലങ്ങിമറിഞ്ഞ് ഒഴുകുന്ന ജലസമൃദ്ധമായ ബാവലി, കബനി നദികളും നീർച്ചാലുകളും ഈ പ്രദേശത്തിന് സവിശേഷമായ ഒരു വ്യക്തിത്വം നൽകുന്നു. തങ്ങൾ ജീവിക്കുന്ന ഭൂമികയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ആഴത്തിൽ മനസ്സിലാക്കി ഈ ലോലപ്രകൃതിയുടെ കാവൽക്കാരായി നിലകൊള്ളുകയാണ് ഈ പരിഷ്കൃത ജനത. പരിഷ്കൃത സമൂഹം എന്ന് അവകാശപ്പെടുന്ന പലരും കാടിനെ അമിതമായി ചൂഷണം ചെയ്യുമ്പോൾ ഈ കുറിച്യ വിഭാഗക്കാർ, അതേപോലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കാട് പിൻതലമുറയ്ക്ക് നിലനിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാട്ടിൽ അവർ ചെയ്യാറുള്ളൂ. മരം മുറിക്കുക, അതേപോലെ കൂടുതലായിട്ട് നായാട്ട് നടത്തി കാടിനെ നശിപ്പിക്കുന്ന പ്രവണതകളൊന്നും തന്നെ ഇവർ ചെയ്യാറില്ല. അതേപോലെ കാട്ടുതീ തടയുന്നതിന് വളരെയധികം സഹായങ്ങൾ ഇവരെ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. മറ്റുള്ള വിഭാഗക്കാരെക്കാട്ടും കൂടുതലായിട്ടുള്ള ഒരു ആത്മബന്ധം അവർക്ക് കാടുമായിട്ട് പ്രത്യേകിച്ചും ഈ ഭാഗങ്ങളിലുള്ള കുറിച്യ വിഭാഗത്തിന് ഉണ്ട്. എൻ്റെ ഈ മുന്നിൽ കാണുന്ന മലകളിലെല്ലാം ഈ സമിതിയുടെ പ്രവർത്തനം വരുന്നതിന് മുമ്പേ മൊട്ടമലകളായിരുന്നു. ഈ സമിതിയുടെ പ്രവർത്തനം വന്ന് ഈ ആദിവാസികളെല്ലാം കുടിയേറ്റത്തിന്റെ ഭാഗമായി നടന്ന വ്യാപകമായ വനനശീകരണത്തിലൂടെ മൊട്ടക്കുന്നുകളായി മാറിയ ഏലപ്പീടിക മലനിര 1999 ഈ ദൃശ്യത്തിൽ കാണും വിധമായിരുന്നു. വനസംരക്ഷണ സമിതി നടത്തിയ ഐതിഹാസികമായ വനവൽക്കരണത്തിലൂടെ ഇന്ന് ഈ പ്രദേശം ഇടതൂർന്ന് മരങ്ങൾ വളർന്ന ഒരു മാതൃകാ വനമായി മാറിയിരിക്കുന്നു. ഇത്തരമൊരു സാമൂഹ്യ വനവൽക്കരണം ഇന്ത്യയിൽ തന്നെ അപൂർവമായ സംഭവമാണ്. വെറും മൊട്ടക്കുന്നായിരുന്ന ഈ പ്രദേശം വനങ്ങൾ വെച്ചുപിടിപ്പിച്ച് ഏറ്റവും നല്ലൊരു കാടായിട്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും കുടിവെള്ളവും കൃഷിക്കാവശ്യമായ വെള്ളവും നൽകുന്ന ഒരു വനമായി മാറ്റുന്നതിൽ ഇവിടുത്തെ ആദിവാസികൾ വനസംരക്ഷണ സമിതിയുടെ പൂർണ്ണസമയ പ്രവർത്തകരായി മാറിയതുകൊണ്ടാണ്. മലമുകളിൽ കാട് വളർന്നതോടെ താഴ്വാരങ്ങളിലേക്ക് ചെറിയ അരുവികൾ ഒഴുകിത്തുടങ്ങി. അവിടെ ജീവിക്കുന്നവർക്ക് ശുദ്ധജലം സുലഭമായി, പുഴകൾ ജലസമൃദ്ധങ്ങളായി. കേരളത്തിലെ ഏറ്റവും മികച്ച വനസംരക്ഷണ സമിതിക്കുള്ള അംഗീകാരം നേടിയ ഏലപ്പീടിക വനസംരക്ഷണ സമിതിയിലെ ഭൂരിഭാഗം അംഗങ്ങളും കുറിച്യരാണ്. നിസ്വാർത്ഥരായ ഇവരുടെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ ഈ മലനിരകളെ കാത്തുരക്ഷിക്കുന്നു. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂങ്കോടിയപ്പുറം BSSന്റെ കീഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതുപോലെയുള്ള വെള്ളച്ചാലുകൾ, കയ്യാലകൾ കെട്ടി വെള്ളം നിർത്തുക, അതുപോലെ ഈ ചതുപ്പ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ കൈതകൾ പോലെയുള്ള കാര്യങ്ങൾ വെച്ചുപിടിപ്പിക്കുക. തരിശുഭൂമിയിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുക, വനസംരക്ഷണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക, കാട്ടുതീ തടയുക, തടയണകൾ നിർമ്മിക്കുക, പ്രകൃതി പഠന ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുക തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ കേരളത്തിന് മാതൃകയായി മാറുകയാണ് ഏലപ്പീടിക, പൂക്കോട്, ചപ്പാരം വനസംരക്ഷണ സമിതികൾ.
മലയാളികൾ കാർഷിക വൃത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞു നടക്കവേ ലാഭേച്ഛകളില്ലാതെ കൃഷിയെ ഒരു തപസ്യയായി കാണുകയാണ് കുറിച്യ വിഭാഗക്കാരനായ ഈ സാധു കർഷകൻ. മണ്ണിനോടും പ്രകൃതിയോടും കലഹിക്കാതെ തൻ്റെ പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടിയ കൃഷി അറിവുകളും തനത് വിത്തിനങ്ങളും അവകാശവാദങ്ങളൊന്നുമില്ലാതെ സംരക്ഷിക്കുകയാണ് ചെറുവയൽ രാമൻ എന്ന ഈ ആദിവാസി കർഷകൻ. അപ്പം പ്രകൃതിയുടെ മക്കളും കാടിൻ്റെ മക്കളായ ഞങ്ങൾക്ക് ഈ പ്രകൃതി നശിക്കുന്നതിലും കാട് നശിക്കുന്നതിലും മണ്ണ് നശിക്കുന്നതിലും ഒക്കെ തന്നെ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കാട്ടിലാണെങ്കിലും അത് തോട്ടിലാണെങ്കിലും പറമ്പിലാണെങ്കിലും വയലിലാണെങ്കിലും ഒക്കെ തന്നെ ഞങ്ങൾ കഴിക്കുന്ന വിഭവമായ കാട്ടുഭക്ഷണങ്ങൾ, ഭക്ഷ്യധാന്യത്തിൽപ്പെട്ട നെല്ല്, മുത്താറി, ചാമ, തെന, കാട്ടുകിഴങ്ങുകൾ ഒക്കെ തന്നെ നശിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. രാസപദാർത്ഥങ്ങൾ, കീടനാശിനികൾ ഒക്കെ തന്നെ ഈ മണ്ണിനെ, വിണ്ണിനെയും വായുവിനെയും ജലത്തെയും ഒക്കെ നശിപ്പിക്കുന്നത് കീടനാശിനിയാണ്. നെല്ല് എന്ന് പറയുന്ന സാധനം ഞങ്ങൾക്ക് പൂജാകർമ്മത്തിന് ആവശ്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തോട്ടം എന്ന് വെച്ചാൽ അവരെ മുഴുവൻ വെക്കുന്നത്. തോട്ടം എന്ന് പറയുമ്പോൾ ഞാൻ ചവറങ്ങ് നിർത്തുക, മരം വെട്ടാറില്ല അങ്ങനെ. കാരണം കുട്ടികൾ മരം വെട്ടുമ്പോൾ ഞാൻ ചീത്ത പറയും. കാരണം എന്ന് വെച്ചാൽ മരം നമുക്ക് മുകളിൽ ഇങ്ങനെ പടർന്നിട്ട് ഇങ്ങനെ പന്തൽ പോലെ മരം ഉണ്ടാവണം. അത് മാത്രമല്ല നമ്മൾ തോട്ടത്തിനും ചൂട് വല്ലാണ്ട് ചൂടേറും. അതോടൊപ്പം തന്നെ നമുക്കും ചൂടുണ്ടാവും. വീടിന് ചുറ്റും ഒരു തണുപ്പ് കിട്ടണമെങ്കിൽ കുറച്ച് വീടിന് ചുറ്റൊക്കെ ഇച്ചിരി മരങ്ങളുണ്ടാവണം. മരങ്ങളുണ്ടായാൽ നമുക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഗുണങ്ങളുണ്ട്. പിന്നെ തോട്ടത്തിൽ ചപ്പ് കൊഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അതെന്നെ ജൈവവളമായി മാറും. സമ്പൂർണമായ ഒരു ജൈവ കാർഷിക ജീവിതം നയിക്കുന്ന ഇദ്ദേഹത്തിന് പ്രകൃതി നൽകുന്ന കാണിക്കയായി വീടിനു ചുറ്റും ഫലവൃക്ഷങ്ങൾ സമൃദ്ധമായി കായ്ച്ചു നൽകുന്നു. വീട്ടുമുറ്റത്തും വീട്ടിനുള്ളിൽ പോലും ഭക്ഷ്യയോഗ്യമായ കുമിളുകൾ വിടർത്തി നൽകി ഭൂമിദേവി വിരുന്നൊരുക്കുന്നു. എൻ്റെ കൈവശമുള്ള വിത്തുകൾ പഴയ കാരണന്മാരിൽ നിന്ന് ഭൗതിക സ്വത്ത് പോലെ, പൂർവിക സ്വത്ത് പോലെ കൈമാറി എൻ്റെ അടുത്ത് വന്നിട്ടുള്ള വിത്ത് ഏകദേശം ഒരു 400 വർഷം പഴക്കൊണ്ട് നടക്ക വന്നത്. ഈ വിത്തുകൾ മുഴുവൻ നഷ്ടപ്പെടും എന്ന് തോന്നുന്നത് കൊണ്ട് വിവിധ ഭാഗങ്ങളിൽ പോയി വിത്തുകൾ സംഘടിപ്പിച്ച് 35 ഇനം ഞാനിപ്പോൾ സംരക്ഷിക്കുന്നത്. 35 ഇനത്തിൽ ഇനത്തിൽ ഇപ്പോൾ 5 എണ്ണമാണ് ഞാനിപ്പം ഇവിടെ ഇട്ടിരിക്കുന്നത്. 5 എണ്ണം പറയുമ്പോൾ കുറച്ച് മൂപ്പ് കൂടിയതാണ്. 7 മാസം മൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ 7 മാസം മൂപ്പുള്ളതായി പെട്ടിരിക്കുന്നത്. അതായത് വെളിയൻ, ചേറ്റുവെളിയൻ, മുണ്ടകൻ, ചെന്താടി, ചെമ്പകം 5 എണ്ണം ഇവിടെ ഇരിക്കുന്നു. ചെന്നല്ല്, കണ്ണിച്ചെന്നല്ല്, ചേറ്റുവെളിയൻ, മരത്തൊണ്ടി, വെളുമ്പാല, ചെമ്പകം, ചെന്താടി, മുണ്ടകൻ, കല്ലടിയാരൻ, വെള്ളിമുത്ത്, കരിമ്പാല, കരിമുത്ത്, പിന്നെ 90-ാം തൊണ്ടി, പൊന്നാടൻ തൊണ്ടി, ഇങ്ങനെ ഏകദേശം ഒരു 35 ഇനം വിത്തുകൾ എൻ്റെ കൈവശമുണ്ട്. അത് ഞാനിപ്പോൾ നിലനിർത്തിക്കൊണ്ട് വരികയാണ്. ചെറുവയൽ രാമൻ ഒരു പ്രതീകമാണ്. മണ്ണിനെ, പ്രകൃതിയെ നെഞ്ചോട് ചേർത്ത് ദൈവികമായൊരു നിയോഗമായി കൃഷിയെ കാണുന്ന കുറിച്യ വിഭാഗത്തിൻ്റെ ഉദാത്തമായ കൃഷിസങ്കല്പത്തിൻ്റെ പ്രതീകം. അവർ ജീവിക്കുകയാണ് പ്രതികൂലമായ സാഹചര്യങ്ങളോട് മല്ലിട്ട് യഥാർത്ഥ കർഷകരായി. കേരളീയ പൊതുസമൂഹം പുരയിടങ്ങളിൽ കോൺക്രീറ്റ് മതിലുകൾ തീർക്കുന്ന ഈ കാലത്തും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ നന്മയും പരസ്പര വിശ്വാസത്തിൻ്റെ അടയാളങ്ങളുമായ ജൈവവേലികൾ സംരക്ഷിക്കുന്നതിൽ കുറിച്യ സമൂഹം പ്രത്യേകം ശ്രദ്ധ കാണിക്കുന്നുണ്ട്. തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ടൂറിസം മേഖലയ്ക്ക് ഒരു ബദൽ ആദിവാസി മാതൃക അവതരിപ്പിക്കുകയാണ് വയനാട് പേരിയയിലെ കുറിച്യർ. പൂർണ്ണമായും കുറിച്യരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എലഫൻ്റ് പാസ് എന്ന റിസോർട്ട് ടൂറിസം പ്രകൃതി സൗഹൃദമാകേണ്ടത് എങ്ങനെയെന്നതിന് ഒരു മികച്ച മാതൃകയാണ്. ഈ പ്രകൃതി എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നോ അതിനനുസരിച്ച് സ്നേഹിച്ച് കൊണ്ടുപോകാനാണ് നമ്മളിതിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഇവിടെ ഈ വൈദ്യുതി ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കാറില്ല. ഞങ്ങളിവിടെ റാന്തൽ വിളക്കാണ് ഇവിടെ കത്തിക്കുക.
രാന്തൽ വിളക്കുകൾ കൊണ്ടിവിടെ ആണ് ഇവിടെ ഈ വൈദ്യുതി ഞങ്ങൾ കൂടുതൽ പാഴാക്കി കളയാനോ അല്ലെങ്കിൽ വൈദ്യുതിനെ കൊണ്ടുള്ള യാതൊരു ആവശ്യങ്ങളും ഇവിടെ ഇല്ല. ഇവിടെ AC-ൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഗ്യാസ് AC ഇങ്ങനെ യാതൊരു പരിപാടി ഇവിടെ ഇല്ല. കാരണം ഇവിടെ AC ഞങ്ങൾ വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ മരങ്ങളിൽ നിന്നിട്ട് തന്നെ അമ്മയ്ക്ക് ഇവിടെ നല്ലൊരു AC-യാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന്. ഈ പ്രകൃതി തന്നെ കിട്ടുന്നത് അത് തന്നെയാണ്. My manager, Shanda, she is absolutely an uneducated. She has never been to school. She is an efficient manager, I can say, extremely efficient manager. And it's not my opinion. It's a command passed by event coordinating manager of a 5-star hotel in Bangalore. And what she said was that this lady, she smiles 24 hours, and that is natural smile. And my smile, I'm supposed to smile every time when I talk to somebody, and like 8 hours job, and when I smile, it's an artificial smile, and when I come back to my home, my face muscle is paining, and the sort of thing she was telling about. രാവിലെ 5 മണിക്ക് വിളക്ക് കത്തിച്ച് അടുപ്പ് തീ കത്തിച്ച് കട്ടൻ വേണ്ടുന്നവർക്ക് കട്ടൻ കൊടുക്കും. ഇവിടെ വരുന്ന ആളുകൾക്ക് അവർക്ക് എന്താ ഭക്ഷണം വേണ്ടത്, മുളയരി ചോറ്, ചുട്ട മീൻ, തോട്ടിലെ മീൻ, ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. കാട്ടുകിഴങ്ങ് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ അവർക്ക് ഇഷ്ടമാണ്. അത് നമ്മളിവിടെ കൊടുക്കാറുണ്ട്. മൺചട്ടിയിലാണ് വെക്കുന്നത് നമ്മൾ. പാളപാത്രം, ചിരട്ട കയ്യിൽ, ചിരട്ടേൻ്റെ ഗ്ലാസ്, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെയാ ഭക്ഷണം ആക്കുന്നത് അതേപോലെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ വൃത്തിയോടൊന്നും ആക്കാറില്ല. അങ്ങനത്തെ കൊതുകോ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇവിടെ ഉള്ളത്. നാടിന്റെ തനിമയ്ക്ക് കാവൽ നിൽക്കുന്ന കുറിച്യർ തങ്ങളുടെ ആചാരങ്ങളെയും പരമ്പരാഗത ജീവിത രീതികളെയും സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാണ്. പടിഞ്ഞേറ്റാകെ തോളോ എന്നോക്കുമോ, പടിഞ്ഞേറ്റാകെ തോളോ എന്നോക്കുമോ, പടിഞ്ഞേറ്റാകെ തോളോ എന്നോക്കുമോ, പടിഞ്ഞേറ്റാകെ തോളോ എന്നോക്കുമോ. എല്ലാം വീട്ടിയ നേരത്തെ ചീന്, എല്ലാം വീട്ടിയ നേര